അസ്സലാമു അലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൈഡ് റൈസാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണിത്. ഇനി പുറത്തു പോയ ആരും ഫ്രൈഡ് റൈസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിലുള്ള നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് സെല്ല റൈസ് ബസുമതി അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല നീളൻ അരിയാണ്. ചെറിയ അരി എടുക്കരുത്, ഇതിന് നീളൻ അരി തന്നെ വേണം. ഇത് 1 കിലോ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി ഒരു വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു ചരിവ് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇരട്ടി വെള്ളം വെക്കണം. അരിനേലും ഇരട്ടി വെള്ളം വെക്കണം. അധികം വെള്ളം വേണം ഈ അരി വേകാനായിട്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിക്കണം. അത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിക്കണം. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയതിന് ശേഷം അത് മൂടി വെച്ച് തിളക്കണം. തിളക്കുമ്പോഴേക്കും ഈ അരി വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കണം. അത് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് അരി തിളച്ച് കഴിയുമ്പോൾ ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് വേകാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒരു അര കിലോനോളം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതാണ്, വെള്ളമൊക്കെ കളഞ്ഞതാണ്. അത് നമുക്ക് മസാല തേച്ച് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും രണ്ടും കൂടെ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. മറ്റേ സോയാ സോസൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അതിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. സോയാ സോസാണ് ഇതിൻ്റെ ടേസ്റ്റ്. കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കളർ വേണമെങ്കിൽ കളർ ചേർക്കാം. ഞാൻ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി തന്നെ നല്ല കളറുള്ള മുളക് പൊടിയാണിത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് അരി വെന്തിട്ടുണ്ടാവും. അധികം നല്ലതുപോലെ വേകണ്ട, 90% ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അത് ഒരു ഊട്ടപാത്രത്തിലേക്ക് അരിയൊക്കെ ഊറ്റി വെക്കണം. എല്ലാം കോരിയിട്ടിട്ട് വെള്ളം കളയാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ടാൽ മതി. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. നല്ലതുപോലെ അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കണം. അപ്പോഴേക്കും ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചിക്കൻ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അത് കോരി മാറ്റണം. ചിക്കനെല്ലാം കോരി മാറ്റിയതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ടാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മുട്ട ചിക്കിയെടുക്കാനായിട്ട്. മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കിയിട്ട് മാറ്റി വെക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. മുട്ട നല്ലോണം ചിക്കി അതും മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കണം. അതിലേക്ക് തന്നെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസുകളൊക്കെ ഇടാം. അതൊക്കെ ക്യാബേജൊക്കെ ഒരു പകുതിയോളം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 4 ക്യാരറ്റ് വലുതെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പൊടിയായി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. സ്പ്രിങ് ഓണിയൻ
അത് അതും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അധികം വെന്ത് വരണ്ട. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ വെജിറ്റബിൾസിലേക്കൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്യണം. പിന്നെ ഫ്രൈഡ് റൈസ് മസാലയാണ് അതിലേക്ക് ഇട്ടേക്കണത്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും. ഫ്രൈഡ് റൈസിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ മതി. അത് ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതും ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മുട്ട ചിക്കി വെച്ചതും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുത്തതിന് ശേഷം സെലറി പിന്നെ പൊടിയായി കട്ട് ചെയ്തതോ അതും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസാണ്. ഈ ഫ്രൈഡ് റൈസിന് പിന്നെ ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ലതുപോലെ പിന്നെ വിട്ടാണ് ഇരിക്കുന്നത്. അതിന് സൈഡായിട്ട് ഒരു പിന്നെ ചില്ലി ചിക്കനും ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് എല്ലാം കൂടെ കൂടുതൽ ലെങ്തായി പോകുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്. ഈ ഫ്രൈഡ് റൈസ് മസാല ഇടണം. മസാല ഇട്ടില്ലെങ്കിൽ പിന്നെ മാഗി ക്യൂബ് ഇട്ടാലും മതി. പിന്നെ അത് ഈ മസാല ഇടുന്നതാണ് നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചി കിട്ടണമെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് മസാല തന്നെ ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ഇത് പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.